ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AI ആപ്ലിക്കേഷൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് എല്ലാ സെക്ടേഴ്സിനകത്തും ഈവൻ നമ്മുടെ എവറിഡേ ലൈഫിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇത് ആപ്ലിക്കബിൾ ആയത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബിസിനസ്സിലാണ് നോക്കുന്നത്. ബിസിനസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ പോയിൻറ്റ് ഓട്ടോമേഷനാണ്. നമുക്കറിയാം, അപ്പോൾ എല്ലാം നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പീറ്റായി വരുന്ന ടാസ്കുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും നമുക്കത് ഓട്ടോമേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇമെയിൽ സോർട്ടിങ്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രാവശ്യവും റിപ്പോർട്ട് ഡിഫറെൻ്റ് ആണെങ്കിലും റിപ്പോർട്ട് ജനറേഷൻ്റെ മൊത്തത്തിലുള്ള ടാസ്കുകൾ സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഡാറ്റ എൻട്രി ആയാലും ഡിഫറെൻറ്റ് ഡാറ്റ ആയിരിക്കും, സെയിം പ്രോസസ്സുകളാണ് നടക്കുന്നത് അവിടെ. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ കസ്റ്റമർ സപ്പോർട്ടാണ്. AI ചാറ്റ് ബോട്ട്, വിർച്വൽ അസിസ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ 24/7 ഹെൽപ്പ് ഡെസ്കുകൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനും സപ്പോർട്ട് കൊടുക്കാനും കഴിയും. പിന്നെ വരുന്നത് ഡാറ്റ അനാലിസിസിലാണ്. ഇപ്പോൾ സെയിൽസിൻ്റെ കേസാവട്ടെ, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലാവട്ടെ, മാർക്കറ്റ് ട്രെൻഡിലാവട്ടെ, അതിനൊക്കെ ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസ് കൊണ്ടുവരാൻ AI യൂസ് ചെയ്തുകൊണ്ട് കഴിയും. പിന്നെ ഡോക്യുമെൻറ്റ് പ്രോസസ്സിങ്, അതിനകത്ത് എക്സ്ട്രാക്റ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, സമ്മറൈസിങ് ഡോക്യുമെൻറ്റ്സ്, ട്രാൻസ്ലേറ്റിംഗ് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി, ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സ്ട്രാക്റ്റിംഗ് ആയിക്കോട്ടെ, സമ്മറൈസിങ് ആയിക്കോട്ടെ, ട്രാൻസ്ലേറ്റിംഗ് ആവട്ടെ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യാൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ള സെക്ടറാണ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ എവിടേക്കാണ് നമ്മൾ AI യൂസ് ചെയ്യുന്നത്? ആദ്യം തന്നെ മെഡിക്കൽ ഇമേജിങ്ങിൽ നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ എക്സ്റേ നോക്കിയിട്ട്, MRI നോക്കിയിട്ട്, CT സ്കാനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഡിറ്റക്ഷൻ ചെയ്യാൻ കഴിയും. പിന്നെ ഡ്രഗ് ഡിസ്കവറി, അതായത് നമുക്കറിയാം പുതിയ പുതിയ മെഡിസിൻസ് ഇങ്ങനെ പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം സ്പീഡപ്പ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഡ്രഗ്സ് കൊണ്ടുവരികയും അതിലൂടെ എല്ലാ രോഗത്തിനുമുള്ള സൊല്യൂഷൻസിലേക്ക് എത്താനും കഴിയും. പിന്നെ പേഷ്യൻ്റ് മോണിറ്ററിംഗ് ആണ്. അതിന് വിയറബിൾ ആയിട്ടുള്ള ട്രാക്കിംഗ്, ഹേർട്ട് റേറ്റ്, ബ്ലഡ് ഷുഗർ ആൻഡ് മോർ, ബ്ലഡ് ഷുഗർ ട്രാക്ക് ചെയ്യാനും ഹേർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യാനൊക്കെ ഉള്ള ടെക്നോളജി ഉണ്ട്. പിന്നെ വിർച്വൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിങ്ങിന്, അതുപോലെ തന്നെ സിംറ്റംസ് ചെക്ക് ചെയ്യാനൊക്കെ വിർച്വൽ അസിസ്റ്റൻറ്റുകളെ ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫസ്റ്റ് തന്നെ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്യാം. അതിനകത്ത് AI ട്യൂട്ടേഴ്സ് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് സ്റ്റൈൽ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനനുസരിച്ച് പെർഫോം ചെയ്യുക. പിന്നെ ഗ്രേഡിംഗ് ഓട്ടോമേഷനാണ്. അതായത് essays ഇവാലുവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റുകളൊക്കെ ആകുമ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഗ്രേഡിംഗ് ഓട്ടോമേഷൻ മെക്കാനിസം യൂസ് ചെയ്യാം. പിന്നെ കണ്ടൻറ് ജനറേഷനാണ്. അതായത് ഇപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസ്, ക്വിസസ്, എക്സ്പ്ലനേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാനും AI യൂസ് ചെയ്യാം. പിന്നെ ലാംഗ്വേജ് ലേണിംഗ് ആണ്. ഇപ്പോൾ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, അതൊക്കെ AI യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിനകത്ത് എങ്ങനെയൊക്കെയാണ് AI യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആണ്. ഇപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ നാവിഗേഷൻ, അതേപോലെ തന്നെ ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ഷൻ, റൂട്ട് ഒപ്റ്റിമൈസേഷൻ, അതെല്ലാം നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് ട്രാഫിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും കൺജഷൻ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ സിഗ്നൽസ് അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ അതൊക്കെ പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുന്നതാണ് ട്രാഫിക് മാനേജ്മെൻറ്റ്. പിന്നെ ലോജിസ്റ്റിക്സ് ആണ്. AI റൂട്ട് പ്ലാനിങ് ഫോർ ഡെലിവറീസ് ആൻഡ് കാർഗോ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡെലിവറീസ് ചെയ്യാനൊക്കെ AI എന്ത് ചെയ്യും? റൂട്ട് പ്ലാനിങ് ഒക്കെ പെർഫോം ചെയ്യും. ഇങ്ങനെ എല്ലാ ഫീൽഡിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നത്തെ കാലത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് കൺക്ലൂഷൻ. അടുത്ത ഫിനാൻസിലാണ്. ഫിനാൻസിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഫ്രോഡ് ഡിറ്റക്ഷൻ, അതായത് എന്തെങ്കിലും സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ അൽഗോരിതമിക് ട്രേഡിംഗ് ഉണ്ട്. അതായത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഹൈ സ്പീഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഒക്കെ ചെയ്യാൻ അൽഗോരിതമിക് ട്രേഡിംഗ് അവൈലബിൾ ആണ്. പിന്നെ റിസ്ക് അസസ്മെൻറ്റ് ഉണ്ട്. അതായത് എന്തെങ്കിലും
ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പ്രിഡിക്റ്റ് ചെയ്ത് എന്തെങ്കിലും റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് മെഷീനാണ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി ആൻഡ് ലോ എൻഫോഴ്സ്മെൻ്റ് ആണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ഫേഷ്യൽ റെക്കഗ്നിഷനാണ്. ഇൻഡിവിജ്വൽസിനെ പബ്ലിക് സ്പേസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫേഷ്യൽ റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് അക്കോർഡിംഗ് ടു AI ആണ്. പിന്നെ സൈബർ സെക്യൂരിറ്റി ആണ്. എന്തെങ്കിലും ഹാക്കിംഗ് അറ്റംപ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇത്തരം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോറൻസിക് അനാലിസിസ് ആണ്. അതായത് എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ പാറ്റേൺസ് അനലൈസ് ചെയ്തുകൊണ്ട് ഡാറ്റ സെറ്റാക്കി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എൻജിൻസ് ആണ്. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെ സ്പോട്ടിഫൈ ഒക്കെ എന്ത് ചെയ്യും, നമ്മളുടെ മുന്നിലേക്ക് നമ്മൾ എന്താ മനസ്സിൽ കരുതി അതിങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇത്തരം AIൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഗെയിം AI ആണ്. നമുക്കൊരു സ്മാർട്ടർ ഓപ്പോണൻ്റ് ഉണ്ടായിരിക്കും, ഏറ്റവും ബെസ്റ്റായിട്ട് അത് പെർഫോം ചെയ്യുകയും ചെയ്യും. പിന്നെ കണ്ടൻറ് ക്രിയേഷൻ ഉണ്ട്. അതായത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ആർട്ട്, മ്യൂസിക്, വീഡിയോസൊക്കെ ഇന്നത്തെ കാലത്ത് പോസിബിളാണ്. പിന്നെ അടുത്ത് മാനുഫാക്ചറിങ് ആണ്. അതിനകത്ത് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. അതായത് എക്യുപ്മെൻറ്റ് ഫെയിലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ കഴിയും. പിന്നെ റോബോട്ടിക്സ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ടാസ്കും പെർഫോം ചെയ്യും. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. അത് വിഷ്വൽ ഇൻസ്പെക്ഷൻ ആണ്. എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തും. അടുത്തത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. ക്രോപ്പ് മോണിറ്ററിങ് പോസിബിളാണ്. ഡ്രോൺസും സെൻസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് പ്ലാന്റിൻ്റെ ഹെൽത്ത് ട്രാക്ക് ചെയ്യും. പിന്നെ പ്രിസിഷൻ ഫാമിംഗ് ആണ്. അതായത് നമ്മളുടെ ഒരു അഗ്രികൾച്ചറിൽ ഇറിഗേഷൻ ചെയ്യാനും ഫെർട്ടിലൈസർ ചെയ്യുന്നതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ ഈൽഡ് പ്രിഡിക്ഷനാണ്. അതായത് ഹാർവസ്റ്റ് എത്രത്തോളം വിളവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതൊക്കെ മുൻകൂട്ടി അനലൈസ് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത് പറയുള്ളത് നമ്മുടെ എവറിഡേ ലൈഫിലാണ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നതാണ്. നമുക്കിവിടെ എവറിഡേ ലൈഫ് പറയുമ്പോൾ ആദ്യം തന്നെ സ്മാർട്ട് അസിസ്റ്റൻസ് ആണ്. അലക്സ, സിറി, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ഗൂഗിളൊന്നും ഇല്ലാതെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലമാണെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സ്മാർട്ട് ഹോം ഡിവൈസസ് ആണ്. അതായത് AI ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് പോസിബിളാണ്. ക്ലൈമറ്റ് കൺട്രോള്, സെക്യൂരിറ്റി, അതെല്ലാം നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലാംഗ്വേജ് ടൂൾസാണ്. ഓട്ടോ ട്രാൻസ്ലേഷനും ഗ്രാമർ കറക്ഷനൊക്കെ നമ്മൾ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയാണ് പോസിബിളാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപ്ലിക്കേഷൻസ് പറയാനുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം ബിസിനസ്സിൽ പറഞ്ഞു. പിന്നെ ഹെൽത്ത് കെയർ സെക്ടർ, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫിനാൻസ്, സെക്യൂരിറ്റി, എൻ്റർടൈൻമെൻറ്റ്, മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ, എവറിഡേ ലൈഫ്, അങ്ങനെ എല്ലാ സെക്ടേഴ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.